നമ്മുടെ അടുക്കളകളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സാധനമാണ് അരിപ്പ. ചായയുടെ അരിപ്പ പ്രത്യേകിച്ചും ചായയ്ക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ അരിപ്പ എല്ലാവരുടെ കൂടെ ഉണ്ടാവും. ഈ അരിപ്പയിൽ പൊതുവേ കറിയും ചളിയും ഒക്കെ ആയിട്ടുണ്ടാവും. നമ്മുടെ ഈ ചായപ്പൊടിയുടെ കറിയൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചായപ്പൊടിയുടെ അംശമൊക്കെ അവിടെ ഇവിടെയൊക്കെ നിന്നിട്ട് നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചായ ഒഴിച്ചു കഴിഞ്ഞാലും അരിച്ചു കഴിഞ്ഞാലും ഫുള്ളായിട്ട് താഴത്ത് വരാത്ത മാതിരിയൊക്കെ തോന്നും. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാനും ചായയുടെ അരിപ്പ നല്ല പുത്തൻ പോലെ ആവാനുമാണ് ഇന്നത്തെ ഐഡിയ കേട്ടോ. അതിനായിട്ട് നമ്മൾ ആദ്യം ഗ്യാസ് ഒന്ന് ചൂടാക്കുക. എന്നിട്ട് ഇതാ ഇതുമാതിരി അരിപ്പയൊന്ന് ചൂടാക്കുക. വെറുതെ പുക വരുന്നു എന്ന് പറഞ്ഞ് ഉടനെ ഓഫ് ചെയ്യരുത്. കുറച്ച് നേരം, പ്രത്യേകിച്ച് സ്റ്റീലിൻ്റെ അരിപ്പ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലാസ്റ്റിക് അരിപ്പ കൊണ്ടുപോയി ചൂടാക്കരുത് കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ നന്നായി ചൂടാക്കുമ്പോൾ കുറച്ച് പുകയൊക്കെ വരും. അതൊക്കെ വന്നോട്ടെ. അപ്പോഴേ അതെല്ലാം അവിടെയുള്ള ചായപ്പൊടിയുടെ അംശങ്ങളൊക്കെ ഒന്ന് കറക്റ്റായി വരുള്ളൂ. അപ്പോൾ ഇതൊന്ന് നന്നായി ചൂടായി വന്നതിന് ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഈ ടിഷ്യൂ ഇട്ടത് ഞാൻ ആ പൊടിയുടെ അത് കളറ് കാണാൻ വേണ്ടിയാണ് ടിഷ്യൂ ഇടണമെന്നൊന്നുമില്ല. നമ്മൾ വെറുതെ നിലത്തേക്ക് തട്ടിക്കൊടുത്താൽ മതി. കണ്ടോ? അപ്പോൾ ആ കറുപ്പ് കളറൊക്കെ കറക്റ്റായി പോകും. കുറച്ച് പ്രാവശ്യം നന്നായി തന്നെ തട്ടിക്കൊടുക്കുക. പിന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പോവണമെന്നില്ല. അതുകൊണ്ട് തന്നെ എഗെയിൻ ഒന്നും കൂടി വേണമെങ്കിൽ ചൂടാക്കുകയും ചെയ്യാം. കണ്ടോ? ആ തരികളൊക്കെ അവിടെ നിന്ന് അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ബ്രഷ് എടുത്തിട്ട്, നമ്മുടെ ടൂത്ത് ബ്രഷ് ഇവിടെ ഞാൻ ഓൾറെഡി കിച്ചണിലൊരു ടൂത്ത് ബ്രഷ് ഇതേമാരത്തെ ക്ലീനിങ്ങിന് വേണ്ടി വെക്കാറുണ്ട്. അങ്ങനെ വെക്കുന്നത് നിങ്ങൾക്കും യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതാ ആ ബ്രഷ് എടുത്തിട്ട് കറക്റ്റായിട്ട് ഇതുമാതിരി ഒന്ന് തട്ടിക്കൊടുക്കുക. കണ്ടോ? എല്ലാ തരിയും വൃത്തികേടും ഒക്കെ പോയിട്ട് നല്ല ക്ലീൻ ആവും നമ്മുടെ അരിപ്പ കണ്ടു കഴിഞ്ഞാൽ. അതുമാത്രമല്ല നന്നായിട്ട് ചായയുടെ പൊടിയൊക്കെ താഴത്തേക്ക് ഇറങ്ങി വരികയും ചെയ്യും. ഇതൊക്കെ ചെയ്തിപ്പോൾ ഇതാ നമ്മുടെ ക്ലീനായി വന്നിട്ട് കണ്ടോ? ഇത്രയും പൊടിയും അതിലുണ്ടായിരുന്നു. അത്രയും ക്ലീൻ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കണ്ടോ? നല്ല ഉള്ളൊക്കെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. പക്ഷെ അപ്പോൾ ഈ സൈഡിലൊക്കെ നമ്മുടെ ചായയുടെ കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കറയൊക്കെ കളഞ്ഞ് നമ്മുടെ പുത്തനാക്കാനായിട്ട് സൈഡിലൊക്കെ ഒരു ബ്രൗണിഷ് കളറൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ കളഞ്ഞ് നല്ല പുത്തനാക്കാൻ നിങ്ങളുടെ കിച്ചണിൽ തന്നെയുള്ള ഒരു സാധനം ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനായിട്ടൊരു ടൂത്ത് ബ്രഷ് ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് എന്താ ബേക്കിംഗ് സോഡ അപ്പക്കാരെന്നൊക്കെ പറയില്ലേ, അതിനെ എടുക്കുക. കുറച്ചെടുത്തിട്ട് നമ്മളതിനെ ഒരു ഇതിലേക്കിട്ടതിന് ശേഷം, കാരണം ഉള്ളിലേക്ക് വിടരുത്, അപ്പം ഒന്നിച്ച് ബേക്കിംഗ് സോഡ എടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ഈ ബ്രഷിലാക്കിയിട്ട് ആ സൈഡിലുള്ള സ്റ്റീലിൻ്റെ പാത്രത്തിൻ്റെ ഏരിയയിലേക്ക് ഒന്ന് നമ്മൾ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ബ്രഷ് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ വേറൊരു കാര്യം എന്താണ്, ആ ചെറിയ സ്ഥലത്തേക്ക് പോലും നമ്മുടെ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്യുമ്പോൾ വൃത്തിയായിട്ട് ക്ലീനായി വരും. അതുപോലെ നമ്മുടെ അരിപ്പ ചൂടാക്കുമ്പോൾ സൈഡിലാണ് കൂടുതലായിട്ട് ചിലപ്പോൾ ഉണ്ടാവുക, അത് അടിഞ്ഞിട്ട്. അപ്പോൾ അതൊന്ന് ഭാഗം ചിലപ്പോൾ ഒന്നും കൂടി നിങ്ങൾക്ക് ചൂടാക്കിയിട്ട് വേണ്ടി വരും ചെയ്യാനായിട്ട്. ഒരു ചൂടാക്കലൊന്നും ക്ലീൻ ആവില്ല. ഇനി ഇതൊരു 2 മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ. ഇതാ 2 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് നന്നായി ഒന്ന് കഴുകിയെടുക്കാം. കണ്ടോ? ഇപ്പം നല്ല ക്ലീൻ ആയില്ലേ നമ്മുടെ അരിപ്പ? ഇതാ ഇനി ഇത് ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ചുവപ്പ് കളറൊക്കെ പോയി, സൈഡത്തേക്ക് ചുവപ്പ് കളറൊക്കെ പോയി നല്ല പുത്തൻ പോലെ തന്നെ ഉണ്ട്. കണ്ടോ? നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ അരിപ്പടം ഉള്ളത്തെ ഒരു പൊടിയും ഇതൊന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഐഡിയ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി വരാം. അതുവരയ്ക്കും ബൈ. താങ്ക് യു.